Dear students, I think you are all familiar with the general characteristics of solids, comparison of amorphous and crystalline solids, molecular, ionic, metallic and covalent solids, difference between crystal lattice and unit cell. In the last class, we have studied 7 types of primitive unit cells, 3 types of centered unit cells, and 14 Bravais lattices. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഖരവസ്തുക്കളുടെ സവിശേഷതകൾ, അമോർഫസ് ക്രിസ്റ്റലൈൻ സോളിഡുകൾ തമ്മിലുള്ള താരതമ്യം, മോളിക്കുലാർ, അയോണിക്, മെറ്റാലിക്, കോവലന്റ് സോളിഡുകളുടെ പ്രത്യേകതകൾ, ക്രിസ്റ്റൽ ലാറ്റിസ്, യൂണിറ്റ് സെൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നിവ നിങ്ങൾക്ക് പരിചിതമാണല്ലോ. 7 തരം പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകൾ, 3 തരം സെൻറ്റേഡ് യൂണിറ്റ് സെല്ലുകൾ, 14 ബ്രവൈസ് ലാറ്റിസുകൾ എന്നിവ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. യു ക്യാൻ യൂസ് ദ ലിങ്ക് ഫോർ പ്രീവിയസ് ക്ലാസ്സസ് ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. മുൻ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ടുഡേ we are going to discuss the structural details of 14 types of lattices. 14 വ്യത്യസ്ത ലാറ്റിസുകളുടെ ഘടന വിശദമായി നമുക്ക് ഇന്ന് പഠിക്കാം. Can you recollect the 7 primitive unit cells or 7 crystal systems that we have studied in the last class? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 7 തരം പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകൾ അഥവാ 7 തരം ക്രിസ്റ്റൽ സിസ്റ്റംസ് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ ഓർ ട്രൈഗണൽ ആൻഡ് ട്രൈക്ലിനിക്. By remembering first few letters of each name in the given order, you can easily recollect these names. ഈ പേരുകളുടെ ആദ്യ ചില അക്ഷരങ്ങൾ തന്നിരിക്കുന്ന ക്രമത്തിൽ ഓർത്തു വച്ചാൽ ഈ പേരുകൾ എളുപ്പത്തിൽ പറയാൻ കഴിയും. കുട്ടി, ഓർത്തോ, മോണോ, ഹീറോ, ട്രൈ. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദീസ് യൂണിറ്റ് സെൽസ് വൺ ബൈ വൺ. ഇവ ഓരോന്നിനെക്കുറിച്ചും വിശദമായി പഠിക്കാം. ക്യൂബിക്. all sides of same length, angles between faces all 90 degree. ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. അവയ്ക്കിടയിലെ കോണുകളെല്ലാം 90 ഡിഗ്രിയുമായിരിക്കും. അതായത് എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു സി, ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു ഗാമ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഉദാഹരണം NaCl, സിങ്ക് ബ്ലണ്ട്, കോപ്പർ. We have to draw the possible lattices of cubic unit cell. How to draw a cube? ക്യൂബിക് യൂണിറ്റ് സെല്ലിന് സാധ്യമായ വ്യത്യസ്ത ലാറ്റിസുകൾ നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. എങ്ങനെ ഒരു ക്യൂബ് വരയ്ക്കാൻ കഴിയും? ഒരു സമചതുരം വരയ്ക്കുക, അതിന് പിന്നിൽ മറ്റൊരു സമചതുരം വരയ്ക്കുക. ഇവ നേർരേഖ ഉപയോഗിച്ച് യോജിപ്പിക്കുക. തന്നിരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാവുന്നതാണ്. There are 3 different cubic lattices. 3 തരം ക്യൂബിക് ലാറ്റിസുകളുണ്ട്. ഒന്ന് പ്രിമിറ്റീവ് ഓർ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ്. If constituent particles are present only at corners, it forms primitive or simple cubic unit cell. കോർണറുകളിൽ മാത്രം ഘടകപദാർത്ഥങ്ങൾ കാണപ്പെടുന്ന ക്യൂബിക് യൂണിറ്റ് സെല്ലാണ് പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ. In order to represent, these particles are considered as spheres of equal size. ഇവയെ വരയ്ക്കുന്നതിനായി ഘടകപദാർത്ഥങ്ങളെ അഥവാ പാർട്ടിക്കിളുകളെ ഒരേ വലിപ്പമുള്ള സ്ഫിയറുകളായി, ഗോളങ്ങളായി ചിത്രീകരിക്കുന്നു. സെക്കൻഡ് വൺ ഈസ് ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഇൻ ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ, in addition to particles at all corners, there is one particle at the center of the body of the cube. എല്ലാ കോർണറുകളിലും പാർട്ടിക്കിളുകൾ കാണപ്പെടുന്നതിന് പുറമെ യൂണിറ്റ് സെല്ലിൻ്റെ ഉള്ളിൽ ഒരു പാർട്ടിക്കിൾ കാണപ്പെടുന്നതാണ് ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. തേർഡ് വൺ ഈസ് ഫേസ് സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. മൂന്നാമത്തേത്
face-centered cubic unit cell. In face-centered cubic unit cell, in addition to particles at all corners, there are particles at center of each face of the cube. എല്ലാ കോർണറുകളിലും പാർട്ടിക്കിളുകൾ കാണപ്പെടുന്നതിന് പുറമെ എല്ലാ വശങ്ങളുടെയും മധ്യഭാഗത്തും പാർട്ടിക്കിളുകൾ കാണപ്പെടുന്നതാണ് ഫേസ് സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. യൂസിങ് ദ ഫിഗർ ട്രൈ ടു ഡ്രോ ദീസ് യൂണിറ്റ് സെൽസ്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ യൂണിറ്റ് സെല്ലുകൾ വരയ്ക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് യൂണിറ്റ് സെൽ ഈസ് ടെട്രഗണൽ. അടുത്ത യൂണിറ്റ് സെൽ ടെട്രഗണൽ. In tetragonal unit cell, one side is different in length to the other. Angles between faces are all 90 degree. ടെട്രഗണൽ യൂണിറ്റ് സെല്ലിൽ ഒരു വശത്തിൻ്റെ നീളം വ്യത്യസ്തമായിരിക്കും. എല്ലാ കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. അതായത് എ ഈസ് ഈക്വൽ ടു ബി ഈസ് നോട്ട് ഈക്വൽ ടു സി, ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു ഗാമ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഉദാഹരണം വൈറ്റ് ടിൻ SnO2, TiO2, CaSO4. There are two tetragonal lattices. രണ്ട് തരം ടെട്രഗണൽ ലാറ്റിസുകളുണ്ട്. പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേഡ്. തേർഡ് വൺ ഈസ് ഓർത്തോറോംബിക്. മൂന്നാമത്തേത് ഓർത്തോറോംബിക് യൂണിറ്റ് സെൽ. ഇൻ ഓർത്തോറോംബിക് യൂണിറ്റ് സെൽ, all sides are unequal. Angles between all faces 90 degree. ഓർത്തോറോംബിക് യൂണിറ്റ് സെല്ലിൽ എല്ലാ വശങ്ങളും വ്യത്യസ്തമായിരിക്കും. എല്ലാ കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. അതായത് എ ഈസ് നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു ഗാമ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഉദാഹരണം റോംബിക് സൾഫർ, പൊട്ടാസ്യം നൈട്രേറ്റ്, ബേരിയം സൾഫേറ്റ്. There are 4 ഓർത്തോറോംബിക് ലാറ്റിസസ്. 4 തരം ഓർത്തോറോംബിക് ലാറ്റിസുകളുണ്ട്. പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ് ആൻഡ് എൻഡ് സെൻറ്റേഡ്. The features of the 3 unit cells, cubic, tetragonal and orthorhombic, are given in a table. All the angles are same in cubic, tetragonal and orthorhombic. That is, alpha is equal to beta is equal to gamma is equal to 90 degree. In cubic, all the axial distances are same. A is equal to B is equal to C. In tetragonal, one of the axial distances is different. That is, A is equal to B but not equal to C. In orthorhombic, all the axial distances are different. That is, A is not equal to B, not equal to C. Cubic possess 3 types of lattices: primitive, body centered and face centered. Tetragonal has 2 lattices, primitive and body centered. Orthorhombic has 4 lattices, primitive, body centered, face centered and end centered. ഇതുവരെ പഠിച്ച 3 യൂണിറ്റ് സെല്ലുകളുടെയും പ്രത്യേകതകൾ ഒരു പട്ടികയായി നൽകിയിരിക്കുന്നു. ഇവ 3ഉം ഒരുമിച്ച് ക്രമമായി പഠിക്കാൻ എളുപ്പമാണ്. ഇവയ്ക്കെല്ലാം കോണുകൾ 90 ഡിഗ്രിയാണ്. ക്യൂബിക്കിൽ എല്ലാ വശങ്ങളും തുല്യമാണ്. ടെട്രഗണൽ യൂണിറ്റ് സെല്ലിൽ ഒരു വശം വ്യത്യസ്തമാണ്. ഓർത്തോറോംബിക്കിൽ 3 വശങ്ങളും വ്യത്യസ്തമാണ്. ക്യൂബിക്കിന് 3 ലാറ്റിസുകളാണുള്ളത്. ടെട്രഗണലിന് 2 എണ്ണവും ഓർത്തോറോംബിക്കിന് 4 ലാറ്റിസുകളും ഉള്ളതായി മനസ്സിലാക്കാം. അങ്ങനെ ആകെ 9 വ്യത്യസ്ത ലാറ്റിസുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. The next unit cell is monoclinic. അടുത്തത് monoclinic unit cell. Unequal sides, angles between faces, alpha and gamma 90 degree, but beta is not equal to 90 degree. എല്ലാ വശങ്ങളും വ്യത്യസ്തമാണ്. ആംഗിളുകളിൽ 2 എണ്ണം, ആൽഫയും ഗാമയും 90 ഡിഗ്രിയാണ്. എന്നാൽ ബീറ്റ 90 ഡിഗ്രിക്ക് തുല്യമായിരിക്കില്ല. ഉദാഹരണം മോണോക്ലിനിക് സൾഫർ, sodium sulfate. There are 2 monoclinic lattices. 2 തരം ലാറ്റിസുകളാണ് മോണോക്ലിനിക് യൂണിറ്റ് സെല്ലിനുള്ളത്, പ്രിമിറ്റീവും എൻഡ് സെൻറ്റേഡും. ദ ഫിഫ്ത്ത് വൺ ഈസ് ഹെക്സഗണൽ. 5ാമത്തേത് ഹെക്സഗണൽ യൂണിറ്റ് സെല്ലാണ്.
A is equal to B not equal to C. Alpha is equal to beta is equal to 90 degree. Gamma is equal to 120 degree. ഹെക്സഗണൽ യൂണിറ്റ് സെല്ലിൽ ഒരു വശം വ്യത്യസ്തമാണ്. രണ്ട് കോണുകൾ 90 ഡിഗ്രിയും മറ്റൊരു കോൺ 120 ഡിഗ്രിയും ആയിരിക്കും. ഉദാഹരണം ഗ്രാഫൈറ്റ്, സിങ്ക് ഓക്സൈഡ്, CDS കാഡ്മിയം സൾഫൈഡ്. 6th one is റോംബോഹെഡ്രൽ. ആറാമത്തേത് റോംബോഹെഡ്രൽ അല്ലെങ്കിൽ ട്രയഗണൽ. A is equal to B is equal to C. Alpha is equal to beta is equal to gamma is not equal to 90 degree. എല്ലാ വശങ്ങളും തുല്യമായിരിക്കും, എല്ലാ കോണുകളും തുല്യമായിരിക്കും, പക്ഷേ അവ 90 ഡിഗ്രിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഉദാഹരണം കാൽസൈറ്റ്, സിന്നബാർ. ദ ലാസ്റ്റ് വൺ ഈസ് ട്രൈക്ലിനിക്. ഏഴാമത്തേത് ട്രൈക്ലിനിക്. A is not equal to B not equal to C. Alpha is not equal to beta is not equal to gamma not equal to 90 degree. എല്ലാ വശങ്ങളും വ്യത്യസ്തമായിരിക്കും, എല്ലാ കോണുകളും വ്യത്യസ്തമായിരിക്കും, അവ ഒന്നും 90 ഡിഗ്രിക്ക് തുല്യമാവുകയുമില്ല. ഉദാഹരണം പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, കോപ്പർ സൾഫേറ്റ്, H3BO3. All the 14 lattices are given in a table. എല്ലാ ലാറ്റിസുകളെയും ഒരുമിച്ച് ഒരു പട്ടികയായി നൽകിയിരിക്കുന്നു. ഇവയിൽ ആദ്യത്തെ 3 ഒരുമിച്ച് പഠിക്കാം, അടുത്ത 3 ഒരുമിച്ച് പഠിക്കാം. ഏഴാമത്തേതിൽ എല്ലാ വശങ്ങളും എല്ലാ കോണുകളും വ്യത്യസ്തമാണ് എന്ന് ഓർമ്മിച്ച് പഠിക്കാം. A crystal lattice is formed by very large number of unit cells. Each unit cell is linked with adjacent unit cells in a repeated pattern. So, each particle in a unit cell may be shared with adjacent unit cells. Only a fraction of a particle belongs to a particular unit cell. Now, we can calculate the effective number of particles represented by Z in a unit cell. For simplicity, we assume that constituent particles are spheres of equal size. അനേക യൂണിറ്റ് സെല്ലുകൾ ചേർന്നാണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടായിരിക്കുന്നത്. യൂണിറ്റ് സെല്ലുകൾ പരസ്പരം ചേർന്നാണ് കാണപ്പെടുന്നത്. അതിനാൽ ഒരു യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിളുകൾ അഥവാ ഘടക പദാർത്ഥങ്ങൾ തൊട്ടടുത്ത യൂണിറ്റ് സെല്ലുമായി പങ്കുവയ്ക്കപ്പെട്ടിരിക്കാം. ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു നിശ്ചിത ഭാഗം മാത്രമേ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഭാഗമായിരിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഓരോ യൂണിറ്റ് സെല്ലിലെയും പാർട്ടിക്കിളുകളുടെ എണ്ണം Z എന്ന അക്ഷരം കൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്, ഇത് കണ്ടെത്താൻ ശ്രമിക്കാം. എളുപ്പത്തിനായി ഘടക പദാർത്ഥങ്ങളെ തുല്യ വലിപ്പമുള്ള ഗോളങ്ങളായി സ്ഫിയേഴ്സായി പരിഗണിച്ചിരിക്കുന്നു. ഇഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ സിമ്പിൾ ക്യൂബിക് ഓർ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഇൻ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ, പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് only at 8 corners. Each corner is shared by 8 unit cells as shown in the figure. Contribution of a particle at a corner towards one unit cell is 1 by 8. Therefore, effective number of particles in one unit cell is 8 into 1 by 8, that is equal to 1. That is, a simple cubic unit cell has only one particle. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ ഓരോ കോർണറും 8 യൂണിറ്റ് സെല്ലുകളാൽ പങ്കിടപ്പെടുന്നു. അതിനാൽ ഒരു കോർണറിൽ വരുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ 8/1 ഭാഗം മാത്രമേ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഭാഗമായി വരുന്നുള്ളൂ. ഒരു യൂണിറ്റ് സെല്ലിലെ ആകെ പാർട്ടിക്കിളുകളുടെ എണ്ണം 8 ഗുണം 8/1 സമം 1. അതായത് ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ ഒരു പാർട്ടിക്കിൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഒരു ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിളുകളുടെ എണ്ണം. ഇൻ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ, പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് 8 corners and at the center of body of the cube. Each corner is shared by 8 unit cells. Contribution of a particle at a corner towards one unit cell is equal to 1 by 8.
as in the case of simple cubic unit cell. A particulate body center completely belongs to the unit cell. Therefore, contribution of a particulate body center towards one unit cell is equal to 1. Then effective number of particles in one unit cell is equal to 8 into 1 by 8 plus 1, that is equal to 1 plus 1 equal to 2. That is, a body centered cubic unit cell has 2 particles. ഒരു ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ 8 കോർണറുകളിലും ക്യൂബിൻ്റെ ഉള്ളിൽ മധ്യഭാഗത്തും പാർട്ടിക്കിളുകൾ കാണപ്പെടുന്നു. ഒരു ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ ആകെ പാർട്ടിക്കിളുകളുടെ എണ്ണം കോർണറുകളിൽ വരുന്നത് 8 × 8 ബോഡി സെൻറ്ററിൽ, അതായത് ക്യൂബിൻ്റെ ഉള്ളിൽ മധ്യഭാഗത്ത് വരുന്നത് ഒരു പാർട്ടിക്കിൾ. അങ്ങനെ ആകെ 1 + 1 = 2. ഒരു ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ 2 ഘടക പദാർത്ഥങ്ങളാണ് ഉള്ളത്. ഇഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ ഫേസ് സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഒരു ഫേസ് സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിളുകളുടെ എണ്ണം. ഇൻ എ ഫേസ് സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ, particles are present at 8 corners and at center of 6 faces of the cube. Each corner is shared by 8 unit cells. Therefore, contribution of a particle at a corner towards one unit cell is equal to 1 by 8. A particle at a face center is shared by 2 unit cells as shown in the figure. Therefore, contribution of a particle at a face center towards one unit cell is equal to half, or 1 by 2. Then effective number of particles in one unit cell is equal to 8 into 1 by 8 plus 6 into half. That is 1 plus 3, that is equal to 4. That is, a face-centered cubic unit cell contains 4 particles. ഒരു ഫേസ് സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ 8 കോർണറുകളിലും 6 വശങ്ങളുടെ മധ്യഭാഗങ്ങളിലും പാർട്ടിക്കിളുകൾ കാണപ്പെടുന്നു. കോർണറുകളിലെ പാർട്ടിക്കിളുകൾ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് 8 ഭാഗമാണ് നൽകുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഫേസ് സെൻറ്ററിൽ വരുന്ന ഒരു പാർട്ടിക്കിൾ 2 യൂണിറ്റ് സെല്ലുകളായി പങ്കിടപ്പെടുന്നു. അതിനാൽ ഫേസ് സെൻറ്ററിൽ വരുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ പകുതി മാത്രമേ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഭാഗമായി വരുന്നുള്ളൂ. അതിനാൽ ഒരു ഫേസ് സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ ആകെ പാർട്ടിക്കിളുകളുടെ എണ്ണം കോർണറുകളിൽ വരുന്നത് 8 × 8 ഫേസ് സെൻറ്ററുകളിൽ വരുന്നത് 6 × 2 അതായത് 1 + 3 = 4. ഒരു ഫേസ് സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ 4 ഘടക പദാർത്ഥങ്ങളാണ് ഉള്ളത്. The calculation of effective number of particles in different cubic unit cells are given in a table. വ്യത്യസ്ത ക്യൂബിക് യൂണിറ്റ് സെല്ലുകളിലെ ഘടക പദാർത്ഥങ്ങളുടെ എണ്ണം കണക്കാക്കുന്നത് ഒരു പട്ടികാരൂപത്തിൽ നൽകിയിരിക്കുന്നു. ഈ പാഠവുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ തുടർന്ന് നൽകുന്നു. അവയുടെ ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക.